ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഇന്ന് 21ാമത്തെ സെഷനാണ്. അപ്പോൾ കഴിഞ്ഞ 20 ആഴ്ചകൾ നമ്മൾ ചെലവഴിച്ച ഓരോ സമയവും നമുക്ക് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ അത് നമ്മളിൽ വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു മൈൽ സ്റ്റോൺ പോലെ 20ാമത്തെ സെഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ 7 ചക്രാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ ചർച്ച ചെയ്തത്. സേഫ്റ്റി ആൻഡ് സർവൈവൽ റിലേറ്റഡ്, ഫിയർ, കറേജ്, അത് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് ശരിക്കും റൂട്ട് ചക്ര എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതിന്റെ ബേസിലാണ് നമ്മൾ ആ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോ ഒരു മനുഷ്യൻ സേഫ് ആകുന്നു, സ്റ്റേബിൾ ആകുന്നു, അതിനുശേഷം മാത്രമേ നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയും. അത് സ്വന്തമായിട്ടുള്ള ലൈഫ് കാര്യങ്ങളിലും ആണെങ്കിൽ പോലും ആദ്യം വേണ്ടത് സേഫ്റ്റി ആൻഡ് സർവൈവൽ ആണ്. ആ ഒരു ഫീല്, കംഫർട്ടാണ്, ഓക്കെ ആണ് എന്നുള്ള ഒരു ഫീല് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. പലർക്കും ഗോളില്ല, ചോദിക്കുമ്പോൾ ലൈഫിന് എയിമില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. ശരിക്കും അവർ ആ ഒരു സ്റ്റേജിൽ നിന്ന് വിട്ടുകടക്കാത്തതുകൊണ്ടാണ് അവർക്ക് ഇത് ശരിക്കും ഈ ട്രാൻസ്ഫോർമേഷൻ ലെയർ വെച്ച് നോക്കുമ്പോൾ ഒരു സീക്വൻസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ ടുവേർഡ്സ് എ പർപ്പസ്, നമ്മുടെ ജീവിത നിയോഗം, അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളാണ്. അത് ശരിക്കും ഈ ചക്ര സിസ്റ്റം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ചക്ര, സീക്രൽ ചക്ര എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത് അതാണ്, ലൈഫിന്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ്. അപ്പൊ ആ ഒരു ടെർമിനോളജിയിൽ പോകുന്നതിന് പകരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ വിഷയങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അതിന്റെ ഒരു കുറെ കോംപ്ലക്സ് ടേംസും കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ എന്തൊക്കെ അതിൽ നിന്ന് എടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ലൈഫില് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും എടുത്താൽ മതി. നമ്മുടെ ഹാപ്പിനെസ് എവിടെയാണ്, എന്തിലാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഹാപ്പിനെസ് പ്ലഷറുമായിട്ട് മിസ്അണ്ടർസ്റ്റുഡ് ആവുന്നുണ്ട് പലർക്കും. ഒരു ടെമ്പററി ഒരു പ്ലഷർ കിട്ടുമ്പോൾ അത് ഹാപ്പിനെസ് ആണ് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ശരിക്കും അതല്ല ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ആണ്. പ്ലഷർ ഒരു ഡോപ്പമിൻ ഹൈക്കാണ്, കുറഞ്ഞ സമയം ഉണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മുടെ ഹാപ്പിനെസ് എവിടെയാണ് കിട്ടുന്നത് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യാം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ക്രിയേറ്റീവ് എനർജി എന്തൊക്കെയാണ്. നമ്മുടെ ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് അതൊരു യുണീക്കായ കാര്യമാണ്. അതൊരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാനോ മറ്റുള്ളവരെ നോക്കിയിട്ട് അവർക്ക് അങ്ങനെയുണ്ട് അപ്പൊ ഞാനും അങ്ങനെ ആകണം, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളോട് പറയാറുണ്ടല്ലേ, അടുത്ത വീട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് കുട്ടികള്, ഫ്രണ്ട് സർക്കിളിലെ കുട്ടികള് ഇങ്ങനെയൊക്കെ ഗെയിൻ ചെയ്തു, നീയും അതുപോലെ ആകണം എന്നൊക്കെ കമ്പയർ ചെയ്ത് ഫോഴ്സ് ചെയ്യുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. ശരിക്കും അത് തെറ്റായ ഒരു രീതിയാണ്. കാര്യം ഓരോ വ്യക്തിക്കും ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, യുണീക്കാണ്. ഓക്കെ, അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ശരിക്കുള്ള ഐഡന്റിറ്റി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഐഡന്റിറ്റി മനസ്സിലാകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ പർപ്പസിലേക്കും നമ്മുടെ ഗോളിലേക്കും ഒക്കെ നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഇപ്പോ നമ്മള് ക്രിക്കറ്റ് ലോകത്ത് വളരെയധികം പ്രശസ്തമായ ഒരു പേരാണല്ലോ സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിന്റെ അക്കാഡമിക് ലെവൽ അദ്ദേഹം വലിയൊരു നല്ലൊരു സ്റ്റുഡന്റ് ഒന്നും ആയിരുന്നില്ല. ഏകദേശം 10ാം ക്ലാസ് വരെ എങ്ങനെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു അക്കാഡമിക് ലെവല് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് അദ്ദേഹവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും
അതിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം വേറെ എവിടെയൊക്കെയോ എത്തിപ്പെട്ടെ. ഒരു സാധാരണ ഒരു വ്യക്തിയായി എന്തെങ്കിലും ഒരു ചെറിയ ഒരു ടാസ്കുകളും ജോബൊക്കെ ആയിട്ട് അങ്ങനെ പോയേനെ. പക്ഷെ അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് എനർജി, കഴിവുകൾ ഇരിക്കുന്നത് സ്പോർട്സിലാണ്, എസ്പെഷ്യലി ക്രിക്കറ്റിലാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ പേരൻസ് അതിന് സപ്പോർട്ട് ചെയ്തു. അതിന് അദ്ദേഹത്തിന് കോച്ചിങ് കൊടുക്കാൻ വളരെ കാര്യപ്പെട്ട വ്യക്തികളെത്തി, വ്യക്തമായ ഗൈഡൻസ് കൊടുത്തു. ദെൻ ലോകം അറിയപ്പെടുന്ന ഒരു കായിക താരമായിട്ട് അദ്ദേഹം മാറി. അപ്പോൾ അവിടെ ആ ഒരു ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്നോ അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വിജയികളുടെ വിജയികൾ എന്ന് പറഞ്ഞാൽ ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ 7 ശീലങ്ങൾ. സ്റ്റീഫൻ കോവെ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരനാണ് എഴുതിയത്. അദ്ദേഹം അതിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അന്ത്യം മുന്നിൽ കണ്ട് തുടങ്ങണമെന്ന്. അപ്പൊ അതിന്റെ ആ സബ് ടൈറ്റിൽ അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യമാണ്, ഏണി ചാരുന്നത്, നമ്മൾ ലാഡർ വെക്കുമല്ലോ, ഏണി ചാരുന്നത് ശരിയായ ചുവരിൽ അല്ലെങ്കിൽ അത്രത്തോളം ലക്ഷ്യവുമായി നമ്മൾ അകന്നുപോയി എന്ന് മനസ്സിലാക്കണമെന്നാണ്. അപ്പോൾ ഏണി ശരിയായ ചുവരിൽ ചാരിയില്ല, ദെൻ ആ ഓരോ സ്റ്റെപ്പ് കയറുന്നതും ലക്ഷ്യത്തിൽ നിന്ന് എത്രയോ ദൂരെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി എത്തിക്കും, അല്ലെ? അപ്പോ കുറെ അധ്വാനിച്ച് എഫേർട്ട് എടുത്ത് ആ ടോപ്പ് ലെവലിൽ എത്തിയാലും ആ ചാരിയ ചുവര് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എഫേർട്ട് എല്ലാം വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ എത്ര സ്റ്റെപ്പ് ആകുമ്പോ തന്നെ അത് റോങ് വേ ആണ് എന്ന് തിരിച്ചറിയുന്നു, അത്രയും അദ്ദേഹത്തിന് തിരിച്ചു പോയി കറക്റ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ കാര്യത്തിലും നമ്മളത് മനസ്സിലാക്കാം. അപ്പൊ പർപ്പസ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശരിക്കും അത് നമ്മൾ ഒരു എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഈ യൂണിവേഴ്സിൽ ഒരു കാര്യത്തിനും പർപ്പസ് ഇല്ലാത്തതില്ല. എവരി സിംഗിൾ ആറ്റം ഹാസ് ഇറ്റ്സ് ഓൺ പർപ്പസ്. നമ്മൾ വലിയ ഈ സൗരയൂഥവും സൂര്യനും ചന്ദ്രൻ ഭൂമിയും എടുത്താൽ അതിനെല്ലാം ഓരോ പർപ്പസ് ഉണ്ട്. അതിനപ്പുറം ഏത് ചെറിയ ആറ്റത്തിനും ഏത് ചെറിയ പ്രാണികൾക്കും ജീവികൾക്കും സസ്യങ്ങൾക്കും എല്ലാം പർപ്പസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും അവരുടേതായ പർപ്പസുകളുണ്ട്. ഇപ്പൊ നമ്മൾ റിയലൈസ് ചെയ്തില്ലെങ്കിലും ഒരു പക്ഷേ കാലം അത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. പക്ഷെ അവിടെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ആ സമയത്ത് നമ്മുടെ ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നജീബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ച് പ്രവാസ ലോകത്തേക്ക് പോകുന്നു. ഒരുപാട് പ്രതീക്ഷകളുമായി അദ്ദേഹം പോയി. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെടുകയാണ്. അതാണ് വരുന്ന അവസ്ഥ. ദെൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. ഭക്ഷണമില്ല, വെള്ളമില്ല, ചൂട്, സേഫ് ആയിട്ടുള്ള താമസിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം അവിടെ സ്ട്രെയിൻ ചെയ്യും. ഓക്കെ, ദെൻ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കുറെ അറിഞ്ഞതാണ്. അപ്പൊ ആ ഒരു കുറെ സ്ട്രഗിളിങ്സ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നു, രക്ഷപ്പെടുന്നു, നാട്ടിലെത്തുന്നു. ദെൻ അദ്ദേഹത്തിന്റെ കഥകളൊക്കെ ഇങ്ങനെ അദ്ദേഹം ഷെയർ ചെയ്യുന്നു. അതിൽ നിന്നാണ് ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ആടുജീവിതം എന്ന പുസ്തകം എഴുതുന്നത്, അല്ലെ? അപ്പൊ ആ പുസ്തകം വളരെയധികം കോപ്പികൾ വിറ്റഴിഞ്ഞു, വളരെ ഫേമസ് ആയി. അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്തുകാരൻ എന്നുള്ള ഐഡന്റിറ്റി സ്ട്രോങ് ആയത് ഈ ഒരു പുസ്തകം വന്നതോടുകൂടിയാണ്. ഓക്കെ, ദെൻ അവിടെ തീർന്നില്ല. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബ്ലസി എന്ന് പറയുന്ന ഡയറക്ടർ ഇതൊരു സ്റ്റോറിയാക്കി എടുക്കുന്നു. അതിൽ മൂവി ഡയറക്റ്റ് ചെയ്യുന്നു. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടർ അതിൽ ആവേശം ചെയ്യുന്നു. അദ്ദേഹം അതുപോലെ ലോകമൊത്തം അറിയപ്പെടുന്ന ഒരു താരമായി ഈ വേഷം ചെയ്തപ്പോൾ മാറി. പിന്നെ അതിലെ മ്യൂസിക്, ഓരോ സോങ്ങും വളരെയധികം ഫേമസ് ആയി. അതോടുകൂടി AR റഹ്മാൻ അദ്ദേഹത്തിന്റെ ആ ഒരു മ്യൂസിക്കിലുള്ള ആ ഒരു കഴിവ് വീണ്ടും ലോകം തിരിച്ചറിയുന്നു. ഇതെല്ലാം ഈ പിന്നീട് സംഭവിച്ചത് എന്തിന്റെ ബേസിലാണ്?
ആദ്യം ഈ പറഞ്ഞ നജീബ് എന്ന് പറഞ്ഞ വ്യക്തി അനുഭവിച്ച സ്ട്രഗിളുകളാണ്. അപ്പൊ അതിനെ അത് വേറൊരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. അവരുടെ ഐഡന്റിറ്റി മാറി, അവർക്ക് ഭയങ്കര പ്രശസ്തി കിട്ടി, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി, നല്ല നല്ല ഒരുപാട് നേട്ടങ്ങൾ കിട്ടി. അപ്പോ ഈ നമ്മളിപ്പോ ഒരു എല്ലാം കഴിഞ്ഞിട്ട് ഒരു മൂന്നാമതൊരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു മനസ്സിലാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വ്യക്തി ഒരു പക്ഷേ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവോ, എന്റെ ഈ സ്ട്രഗിള് പിൽക്കാലത്ത് ലോകം അറിയാനുള്ളതാണ്, എന്നെ ഈ ഇതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് തിരിച്ചു വന്ന എന്റെ ഒരു മൈൻഡ്, ഒരു പവർ, സ്ട്രെങ്ത്, അതൊക്കെ ലോകം അംഗീകരിക്കും. വലിയ വലിയ പുസ്തകത്തിലെ ഒരു കഥാപാത്രമായിട്ട് ഞാൻ മാറും. വലിയൊരു മൂവിയിലെ ഒരു കഥാ തന്തുവായിട്ട് ഞാൻ പ്രത്യക്ഷപ്പെടും എന്നൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം ഒരു പക്ഷേ ആ സമയത്ത് പരാതി പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഇറിറ്റേഷൻ ഫീൽഡിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന വെച്ചാല് നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇപ്പൊ അദ്ദേഹവും അതിൻ്റെതായ ഗുണങ്ങൾ അനുഭവിക്കുന്നു, ആ സമൃദ്ധി അനുഭവിക്കുന്നു. ഇതറിഞ്ഞിരുന്നെങ്കിൽ അന്ന് ഇത്രയധികം വിഷമിക്കില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഉള്ള പർപ്പസ് നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചറിയുമ്പോൾ, പക്ഷെ നമ്മുടെ ലൈഫ് അന്നേരം കഴിഞ്ഞു പോയി, നമ്മുടെ ആ സമയം നമ്മളിൽ നിന്ന് വിട്ടുപോയി. പിന്നെ നമ്മള് യെസ്, അപ്പോ നമ്മള് ആ ഒരു സമയത്ത് പിന്നീട് നമ്മൾ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇപ്പോ തന്നെ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി മനസ്സിലാക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോ തന്നെ നമ്മുടെ പർപ്പസ് തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ നമ്മള് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രമായിരിക്കില്ല ആ ഒരു കാര്യങ്ങള്. ഇപ്പൊ എനിക്ക് ഒരു പേഴ്സണലി ഒരു സ്ട്രഗിൾ വരുന്നു. ആ സ്ട്രഗിള് ഒരു പക്ഷേ എനിക്ക് മാത്രമുള്ളതായിരിക്കില്ല. ആ സ്ട്രഗിളിനെ ഞാൻ സറണ്ടർ ചെയ്ത്, അതിനെ അക്സെപ്റ്റ് ചെയ്ത്, അതിന് വേണ്ട നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ അപ്ലൈ ചെയ്ത് കൃത്യമായി അതിനെ പഠിച്ചാൽ മനസ്സിലാകും അത് നമ്മളെ ഗൈഡ് ചെയ്യാൻ വന്ന ഒരു കാര്യമാണ്. ഇപ്പോ ഇപ്പോ നമ്മള് സക്സസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹാപ്പിനെസ്സും സക്സസ്സും രണ്ട് വഴിക്ക് പോയാൽ ഒരിക്കലും നമ്മൾ അവിടെ എത്തില്ല. തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഹാപ്പിനെസ് എന്തിലാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. ഇപ്പോ എൻ്റെ ഒരു കാര്യം എടുത്താൽ, എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നിപ്പം ആലപ്പുഴയിലാണ്. ആലപ്പുഴ ബീച്ച് വളരെ പ്രശസ്തമാണ്, അവിടെ നല്ല കാഴ്ചകളുണ്ട്, നല്ല നല്ല എന്റർടൈൻമെന്റ്സ് ധാരാളമുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൽ ഒരു ഭൂരിഭാഗവും ഇപ്പോൾ അവിടെ ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെയാണ്, ഞാൻ നിങ്ങളോട് സംവദിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ പലതും പഠിക്കുകയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ റെക്കോർഡിങ്സ് മറ്റുള്ളവരിലേക്ക് നമ്മളിത് യൂണിവേഴ്സിലേക്ക് നമ്മളിത് റിലീസ് ചെയ്യുകയാണ്. അപ്പൊ അതിൽ നിന്നും പഠിക്കുന്നവരുണ്ടാവാം, അത് കേട്ട് ഗൈഡഡ് ആവുന്നവരുണ്ടാവും. അപ്പോ എന്റെ ഹാപ്പിനെസ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നു, ഈ സമയം ഞാൻ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു, ഈ ഒരു ഡിസ്കഷന് വേണ്ടി. അപ്പോ അതേ സമയം തന്നെ എൻ്റെ അതേ രീതിയിലുള്ള എൻ്റെ കൊളീഗ്സ് അല്ലെങ്കിൽ സുഹൃത്തുക്കള് മറ്റുള്ള കാര്യങ്ങൾ ഹാപ്പിനെസ് നേടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് ഒരു ടാസ്കായി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു എഫേർട്ടായി ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഡിസ്കഷനും ഈ ഒരു സെഷനും ഞാൻ എൻ്റെ ഹാപ്പിനെസ് ആയി കണ്ടെത്തുകയും അതിനു വേണ്ടി ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്നെ നയിച്ച ഒരു കാര്യം ഉണ്ട് എന്ന് ഉറപ്പാണ്. അപ്പൊ അവിടെ നിന്നും ആ ഒരു പർപ്പസ് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളിടത്താണ് ഇത്രയും മനോഹരമായ ഒരു ഗോളിലേക്ക് അല്ലെങ്കിൽ ഒരു പർപ്പസിലേക്ക് നീങ്ങാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും, നിങ്ങൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. അപ്പോൾ
അതിൻ്റെതായ നിങ്ങൾ സ്വന്തം ഐഡന്റിറ്റി മനസ്സിലാക്കാനുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പൊ ഒരു ഗോള് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പർപ്പസ് നേടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഓരോ സമയത്തിനും വേണ്ട ഗോളുകൾ നമുക്ക് സെറ്റ് ചെയ്യുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ജപ്പാനിലെ ഒരു ഒക്കിനോവ എന്ന് പറയുന്ന ഒരു ദ്വീപിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? കേട്ടിട്ടുണ്ടാവും. വളരെ പ്രശസ്തമാണ്. കാരണം അവിടെ മിനിമം ആയുസ് എന്ന് പറയുന്നത് എബോ 90 ആണ്. ഏകദേശം അറൌണ്ട് 90 ആണ് ഈ ദ്വീപിലെ ആയുസ് ജനങ്ങളുടെ. അപ്പോ അവർക്ക് അവരുടേതായ കുറെ രീതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്കിഗായി എന്ന് പറയുന്ന ഒരു സിസ്റ്റം. കേട്ടിട്ടുണ്ടാവും ഈ വാക്ക്, ഇക്കിഗായി. ഇക്കി എന്ന് പറഞ്ഞാൽ ജീവിതം, ഗായ് എന്ന് പറഞ്ഞാൽ കാരണം, ജപ്പനീസ് വേർഡാണ്. അപ്പോ അവരോട് ചോദിച്ചാൽ അവര് പറയും, നാളെ എന്തിന് ഞാൻ ജീവിച്ചിരിക്കണം. യെസ്, ഇക്കിഗായ്. നാളെ ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം എന്ന് അവർക്ക് ഇപ്പോൾ തന്നെ ഒരു പർപ്പസ് ഉണ്ട് എല്ലാവർക്കും. കാരണം അപ്പോ എനിക്ക് നാളെ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നാളെ ജീവിച്ചിരിക്കേണ്ടത് എന്ന രീതിയിൽ. അത് വളരെ വിശാലമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ അവർക്ക് കുറെ കാര്യങ്ങളുണ്ട്. കൈസൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിന്നീടൊക്കെ അതിലേക്ക് വരാം. അപ്പൊ അതില് ഇപ്പൊ നമ്മുടെ പർപ്പസുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇങ്ങനെ ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിനും നമുക്ക് എന്താണ് നമ്മുടെ പർപ്പസ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു എഫേർട്ട് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ക്രിയേറ്റീവ് എനർജിയും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഈ ഒരു സോഫ്റ്റ് സ്കിൽസ് ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കഴിവുള്ളവരുണ്ടാവും. അതേസമയം തന്നെ അവർക്ക് ചിലപ്പോ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അവര് പോയിട്ട് ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ നിന്നാൽ അവിടെ അവര് ഫെയിൽ ആകും. അപ്പോ അവർക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലോ, അവരെപ്പോഴും ആ ഒരു മൈൻഡ്, ഈ ഒരു ഞാൻ ഓക്കെ അല്ല, ഞാൻ വർത്തിയല്ല എന്നുള്ള ഒരു ഫീൽ എപ്പോഴും അത് കഴിഞ്ഞു പോകും. അതേസമയം അവര് തിരിച്ചറിയുന്നു, എനിക്ക് എഴുതാനാണ് കഴിവുള്ളത്, എനിക്ക് നല്ല കവിതകൾ എഴുതാൻ കഴിയും, എനിക്ക് നല്ല ലേഖനങ്ങൾ എഴുതാൻ കഴിയും, അല്ലെങ്കിൽ നല്ല ഫലിതങ്ങൾ എഴുതാൻ കഴിയും, അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അദ്ദേഹം അതിലേക്ക് ഫോക്കസ് ചെയ്യണമെന്നുള്ളതാണ്. ചിലർക്ക് പാടാൻ കഴിവുണ്ടാവും, അല്ലെങ്കിൽ ഡാൻസ്, അത് അവരുടെ ആർട്ടുമായി ബന്ധപ്പെട്ട കഴിവുണ്ടാവും. പക്ഷെ അവര് ചിലപ്പോൾ നിൽക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും, വേറെ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പോ അതിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശരിയല്ലാത്ത വഴിയിലൂടെ ദീർഘദൂരം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ദെൻ നമ്മുടെ കഴിവെന്താണ്, നമ്മുടെ എന്താ പറയാ, സോഫ്റ്റ് സ്കിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നർച്ചർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിലൂടെ തന്നെ ഒരു സ്ട്രോങ് ഐഡന്റിറ്റി ഉണ്ടാവും. അതിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പർപ്പസിലേക്ക് നമ്മൾ പോവാം. ഓക്കെ. അപ്പോ ഇത് നമുക്ക് ബെസി മാം പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു പാർട്ടായിട്ട് നമുക്ക് കുറച്ചധികം ഡിസ്കസ് ചെയ്യാം. കാരണം പല സബ്ജക്റ്റുകളും വിശാലമാണ്. പിന്നീട് ഒരു പാർട്ടായിട്ട് ആരും ആവശ്യപ്പെടാഞ്ഞത് കൊണ്ട് നമുക്ക് പലതും ആ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേറ്റിൽ, അവയർനെസ്സിൽ മാത്രം അവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പൊ പല വിഷയങ്ങൾ നമുക്ക് തിരിച്ചെടുക്കണം, വിശദമായി പാർട്ടുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകണം. ഇന്നിപ്പോ കൂടുതലായിട്ട് പറയുന്നില്ല, ജസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് നമ്മൾ ആ ഒരു സേക്രൽ ചക്ര എന്ന് പറയുന്ന ആ ഒരു ചക്ര നമ്മുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ പ്ലഷർ ഓഫ് ലൈഫ്, അങ്ങനെയുള്ള ക്രിയേറ്റീവ് എനർജി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ വിഷയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോ ബെസ്സി മാമിന്റെ റീക്യാപ്പും ഫീഡ്ബാക്കും ആയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Okay, good evening, everyone.
നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി ഒരു റീക്യാപ്പ് നോക്കാം. യെസ്, ടുവേർഡ്സ് ദ പേർപ്പസ്. സർ, അതാണ് നമുക്കിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക് തന്നേക്കുന്നത്. അതായത് ജീവിത നിയോഗത്തിലേക്കുള്ള നമ്മളുടെ മൂവ്മെന്റ്, അല്ലെ അതിലേക്കുള്ള പോക്ക്, അതെന്താണെന്ന് നോക്കാം. ലൈഫ് ഈസ് എ ടെസ്റ്റ്, എ ഗിഫ്റ്റ്, എ ചാൻസ് ടു ഡു ഗുഡ്. ഇതാണ് നമ്മൾ ലൈഫിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ടെസ്റ്റാണ്, അതൊരു ഗിഫ്റ്റുമാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഇറ്റ്സ് എ ചാൻസ് ടു ഡു ഗുഡ്. പല നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും കൂടാണ്. പിന്നെ നമ്മുടെ പേർപ്പസ് ഓഫ് ലൈഫ് ടു ബി യൂസ്ഫുൾ, ടു ബി ഓണറബിൾ, ടു ബി കമ്പാഷനേറ്റ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞത് ഞാൻ ഓർത്തതാണ്. അതായത് നമ്മുടെ ജീവിതം എപ്പോഴും പ്രയോജനപരമായിരിക്കണം, യൂസ്ഫുൾ ആയിരിക്കണം, ഓണറബിൾ ആയിരിക്കണം, അത് കമ്പാഷനേറ്റ് ആയിരിക്കണം, സഹജീവികളോട് നമുക്കൊരു കമ്പാഷൻ, അനുകമ്പ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇതിന്റെ പേർപ്പസിലേക്ക് സർ പറഞ്ഞ പോലെ നമുക്ക് വരാം. അതായത് പേർപ്പസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടു ലവ്, ടു ഗ്രോ, ടു ലീവ് ലെസ് പെയിൻ ബിഹൈൻഡ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ വളരുക, നമ്മൾ സ്നേഹിക്കുക, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പേർപ്പസ് എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ആ ഒരു എസൻസിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇത് പറഞ്ഞ സമയത്താണ് നമ്മുടെ 7 ചക്രാസിലെ സെക്കൻഡ് ചക്രയായ സേക്രഡ് ചക്രയെ പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് സാർ പറഞ്ഞ പോലെ റിലേറ്റഡ് ടു ഐഡന്റിറ്റി, ക്രിയേറ്റീവ് എനർജി, ഇതൊക്കെ ആയിട്ടും അത് റിലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള, അതായത് 3 തിങ്സ് ഇൻ അവർ ലൈഫ്. അതെന്താണെന്ന്, അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. വേഴ്സ് അവർ ഹാപ്പിനെസ്. എവിടെയാണ് നമ്മൾ സന്തോഷം? അത് എവിടെ നിന്നാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്? ഓഫ് കോഴ്സ് ഹാപ്പിനെസ് ഈസ് ഇൻസൈഡ് അസ്. നമ്മളിൽ തന്നെ ഉണ്ട് ആ ഹാപ്പിനെസ്. പക്ഷെ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇറ്റ്സ് ആർ ഓൺ റെസ്പോൺസിബിലിറ്റി. അതാണ് ശരിക്കും പറയാൻ. ഇതെന്താ പറയുന്നത്, ഹാപ്പിനെസിനെ പറ്റിയും പ്ലഷറിനെ പറ്റിയുള്ള ഒരു ഡിഫറൻസ് സാർ പറഞ്ഞു തന്നു. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എവർലാസ്റ്റിംഗ് ആണ്. പിന്നെ പ്ലഷർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് മൊമെന്ററി ആണ്. അത് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. പല കാര്യങ്ങളെ അതായത് നമ്മൾ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ നമുക്ക് സന്തോഷത്തിനായിട്ട് മാത്രം ചെയ്യുമ്പോഴാണ് അത് ഒരു പ്ലഷറായിട്ട് മാറുന്നത്. അല്ല, പെർമനന്റ് ഹാപ്പിനെസ് വേണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് അവർ ക്രിയേറ്റീവ് എനർജി. നമ്മൾ എല്ലാവരിലും ഉള്ളതാണ് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത്. അത് ഓരോരുത്തരിലും യുണീക്ക് ആണ്, ഡിഫറെന്റ് ആണ്. പിന്നെ ഇതിന് ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ ഈ ഒരു ക്രിയേറ്റീവ് എനർജി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒരിക്കലും നമ്മൾ വി ഡോണ്ട് കമ്പയർ അവർ ലൈഫ് ടു അതേഴ്സ്. അതൊരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളാണ് നമ്മളുടെ പടച്ചോൻ നമുക്ക് തന്നേക്കുന്നത്, അല്ലെ? ഒരാളുടെ കഴിവല്ല വേറൊരാളുടെ കഴിവെന്ന് പറയുന്നത്. ഇറ്റ്സ് ക്വയറ്റ് ഡിഫറെന്റ്. അപ്പൊ നമ്മളുടെ കഴിവ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വി ഫൈൻഡ് ആർ ഓൺ ക്രിയേറ്റീവ് എനർജി, ദെൻ വി റിയലൈസ്. അങ്ങനെ നമ്മുടെ ക്രിയേറ്റീവ് എനർജി കണ്ടുപിടിക്കുമ്പം നമ്മുടെ ഐഡന്റിറ്റി മനസ്സിലാവും എന്താണെന്നുള്ളത്. അതായത് നമ്മൾ പേർപ്പസിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം നമ്മൾ ക്രിയേറ്റീവ് എനർജി കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് റിയലൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ പേർപ്പസിലേക്ക് മൂവ് ചെയ്യുക. അപ്പോഴാണ് ലൈഫ് സക്സസ്ഫുൾ ആകുന്നത്. അതിനൊരു എക്സാമ്പിൾ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കാര്യം തന്നെ നമ്മൾ പറയുമായിരുന്നു. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ക്രിക്കറ്റിൽ ഏറ്റവും എക്സലിൽ നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അക്കാഡമിക്സിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന്റെ ആ ക്രിയേറ്റീവ് സ്കിൽസ് ആണ് അവിടെ അദ്ദേഹത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ളത്. പിന്നെ അടുത്ത ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളതും, പക്ഷെ ഞാനന്ന് ഫുള്ള് വായിക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു ബുക്കാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞ സ്റ്റീഫൻ കോവയുടെ. പക്ഷെ കുറെ കാര്യങ്ങൾ അത് പുള്ളി പറയുന്നുണ്ട്. ഡോണ്ട് ബി റിയാക്റ്റീവ്, പ്രോ ആക്റ്റീവ് ആവാനും ഒക്കെ പറയുന്നുണ്ട് അദ്ദേഹം അതിനകത്ത്. കുറെ കാര്യങ്ങൾ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടൊരു ബുക്കിനെ പറ്റിയാണ് സാർ പറഞ്ഞത്. പിന്നെ എന്താ പറയാ, ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താ പറയാ, അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്ന പോലെ പറഞ്ഞല്ലോ, ലാഡറും വാളും തമ്മിലുള്ള ആ ഡിഫറൻസ്. അതുപോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും അങ്ങനെയാണ്. നമ്മൾ എപ്പോഴും ഓരോ സിംഗിൾ സ്റ്റെപ്സ് നമ്മൾ മൂവ് ചെയ്യുമ്പോഴും അതിന്റെ പേർപ്പസ് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. പിന്നെ കാരണം വെച്ചാൽ എവറി സിംഗിൾ ആക്ടേഴ്സ് ഇറ്റ്സ് ഓൺ പേർപ്പസ് ഇൻ ദിസ് യൂണിവേഴ്സ്. അതങ്ങനെയാണ്. പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, അതിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. പിന്നെ സാറ് ഹി സെഡ് വെരി ബ്യൂട്ടിഫുള്ളി അബൌട്ട് ആടുജീവിതം. നജീബിനെ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് നജീബിന്റെ ബിക്കോസ് ഹി സ്ട്രഗിൾഡ് എ ലോട്ട് ഇൻ ദ ഡെസേർട്ട്. എല്ലാവരും മിക്കവാറും പേര് കണ്ടിട്ടുള്ള ഒരു മൂവി ആയിരിക്കും ആടുജീവിതം എന്ന് പറയുന്നത്. ബ്ലെസ്സി സാർ അത് ഡയറക്ട് ചെയ്ത മൂവിയാണല്ലോ. പൃഥ്വിരാജ് നന്നായിട്ട് അത് ആക്ട് ചെയ്തു ആ ഒരു റോള്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഇറ്റ് ഈസ് ഹി സ്ട്രഗിൾസ്, ഓൾ ദ സ്ട്രഗിൾസ് ബിക്കെയിം ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. ഓരോ സ്ട്രഗിൾസും അവസരങ്ങളായിട്ട് അവർ വിനിയോഗിച്ചു. അതാണ് അവിടെ ഫെയിലർ ആവാതെ പതറാതെ മുന്നോട്ട് പോയി. അവിടെയാണ് ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ ഒരു എന്താ പറയാ, സ്ട്രോങ് വിൽ പവറായിട്ട് നമുക്ക് വേണേ ഇതിനെ കമ്പയർ ചെയ്യാം.
പിന്നെ ഇപ്പൊ ഞാനത് ഓർത്തു, ആൽക്കമിസ്റ്റും ഒക്കെ ഓർത്തു. ഇതേ സമയം ആൽക്കമിസ്റ്റിലെ കഥ ഏകദേശം ഒക്കെ ഇതുപോലെ വരുന്നുണ്ടല്ലോ. ആ നിധി കണ്ടെത്താൻ പോയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. പിന്നെ ഒരു സേയിങ് ഉണ്ട്, സ്ട്രൈക്ക് ദ അയൺ വൈൽ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറയും. അതായത് ഒരു ഇരുമ്പ് ശരിക്കും പറയാൻ പഴുത്തിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ അടിച്ച് പാകപ്പെടുത്തി അത് പല പല എന്താ പറയാ ഉപകരണങ്ങളായിട്ട് മാറുന്നത്. അതും ഇതുപോലെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഐഡന്റിറ്റി റിയലൈസ് ചെയ്യണം. അതിന്റെ സ്റ്റെപ്സ് നമ്മളിപ്പോ പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ ഐഡന്റിറ്റി റിയലൈസ് ചെയ്യുന്നതെന്ന്. അത് നമ്മൾ പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആവേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ഇന്നാണെങ്കിൽ നമ്മുടെ ആ ക്രിയേറ്റീവ് സ്കില്ല് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചാൽ ഇന്ന് തന്നെ നമുക്കത് യൂസ്ഫുൾ ആവും. അല്ല നമ്മൾ ഡിലേ ചെയ്യും തോറും അത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിന് ഏറ്റവും നല്ലതെന്ന് നമ്മൾ സ്ട്രഗിൾസിനെ ആക്സെപ്റ്റ് ചെയ്യുക, സറണ്ടർ ചെയ്യുക. ഇറ്റ്സ് അതൊരു ഒരു ഗൈഡഡ് മിഷൻ ആണ് നമ്മളുടെ ലൈഫിലെ. സാർ അതിനകത്ത് പിന്നെ ഹാപ്പിനെസിനെയും പ്ലഷറിനെയും പറ്റിയൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ആലപ്പുഴ ബീച്ചിൽ പോകുന്ന കാര്യവും. ഓക്കെ, അതെന്ന് വെച്ചാൽ പ്ലഷർ സീക്കിംഗ് ആണ് അവിടെയൊക്കെ പോകുന്നത്. പക്ഷെ ഹാപ്പിനെസ് വിൽ ബി ഇൻവോൾവ് നമ്മുടെ മൈൻഡിലാണ്, ഇറ്റ് ഈസ് ഇൻ അവർ മൈൻഡ്. അത് എന്ന് വെച്ചാൽ എന്താ പറയാ, സാർ ഇപ്പം സാറിന്റെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഈ സെഷനിൽ കൂടി ഒരുപാട് ഡിസ്കഷൻസും പിന്നെ എന്താ പറയാ നമ്മളുടെ ടോക്സും ഇതൊക്കെയെന്ന് വെച്ചാൽ ഇത് സാറ് ഉദ്ദേശിക്കുന്നത്, ഇത് നമുക്കൊരു മെസ്സേജ്, സാറല്ല നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നതിന് യൂണിവേഴ്സിന് നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിത് പലർക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോക്കുകൾ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനുണ്ട് ഇതിൽ തന്നെ. പിന്നെ എന്ന് വെച്ചാൽ അടുത്തെന്ന് പറഞ്ഞാൽ ഗോൾ സെറ്റിങ്ങിനെ പറ്റി പറഞ്ഞു. ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഗോൾ സെറ്റിംഗ് അല്ലല്ലോ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പേർപ്പസ് ആണല്ലോ നമുക്ക്. പിന്നെ സാർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞ ജപ്പാനിലെ ആ പീപ്പിളിനെ പറ്റിയാണ്, ജപ്പാൻ എക്കനോ ഐലൻഡിലെ പീപ്പിളിനെ പറ്റിയാണ്. ഞാനും ആ ബുക്കിനെ പറ്റി, ഇക്കിഗായ് എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ റീസെന്റ് ഐ ഗേവ് ഗിഫ്റ്റ് ടു മൈ നെയ്ബേഴ്സ്. അവരുടെ കല്യാണത്തിന് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തൊരു ബുക്കാണത്. ചുരുക്കം പറയാൻ ഞാനും അത് ഫുള്ളൊന്നും വായിച്ചിട്ടില്ല, അറ്റേ ഗ്ലാൻസ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ. ഇക്കി എന്ന് പറഞ്ഞാൽ ശരിയാണ്, ലൈഫാണ്. ഗൈ എന്ന് പറഞ്ഞ പേർപ്പസ്, വാട്ട്സ് ദ പേർപ്പസ് ഓഫ് യുവർ ലൈഫ്. അതിന് നമ്മൾ പറഞ്ഞു once again that just wind up it, we should find out our creative energy. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരവരുടെ ഗോളിനെ സെറ്റ് ചെയ്യുന്നതിനേക്കാളും പേർപ്പസിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കുക, നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കുക, എബിലിറ്റീസ് മനസ്സിലാക്കുക. ഏതിലാണോ ഞാൻ ക്രിയേറ്റീവായിട്ടിരിക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക. അതായത് ഇപ്പം വളരെ നല്ല സ്കില്ലുള്ള ഒരാൾ, അയാൾക്ക് അതിൽ പോകാൻ പറ്റാതെ അതിൽ വേറൊരു പ്രൊഫഷനിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ റിപ്പൻറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അയാൾക്ക് അതിനെപ്പറ്റി എപ്പോഴും ഒരു സെൻസ് ഓഫ് ലോസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ചിലർ സോഫ്റ്റ്വെയറിലായിരിക്കും, ചിലർക്ക് നല്ല സ്കില്ലുള്ള ഒരു ഹാർഡ്വെയറിലാണെങ്കിൽ അവരത് ഫെയിൽഡ് ആയിപ്പോവും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലാണെങ്കിൽ അത് ഫെയിൽഡ് ആയിപ്പോവും. പക്ഷേ എന്താണോ അവന്റെ ഇന്നർ സ്കിൽ അല്ലെ ഇന്നർ എബിലിറ്റീസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവും, ഒരു എയിം ഉണ്ടാവും, പേർപ്പസ് ഉണ്ടാവും. അപ്പൊ ആ സ്കിൽസിനെയൊക്കെ പ്രിസർവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ള ഇറ്റ്സ് അവർ എന്താ പറയുക ഡ്യൂട്ടിയാണ്. ഇറ്റ്സ് അവർ ഡ്യൂട്ടി എന്ന് തന്നെയല്ല, ഇറ്റ്സ് അവർ സോൾ എന്ന് വേണമെങ്കിൽ അത് പറയാം. നമ്മുടെ ആത്മാവിന്റെ ഒരു ഭാഗമാണ്. വി ഫോക്കസ് that we will be succeeded. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്തുവാണെങ്കിൽ നമ്മൾ അതിൽ സക്സീഡ് ആവും. പിന്നെ നോർച്ചർ അവർ എബിലിറ്റീസ് ടു ബി സക്സസ്ഫുൾ, അതാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. കഴിവുകളെ നമ്മൾ മാക്സിമം നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കുക, നമ്മൾ തന്നെ അതിനെ മിനുസപ്പെടുത്തിയെടുക്കുക, നമ്മൾ തന്നെ ഷാർപ്പനാക്കി എടുക്കുക. ഓക്കെ, വി വിൽ ബി സക്സീഡഡ് ഇൻ അവർ ലൈഫ് ആൻഡ് റീച്ച് അവർ റിയൽ സെറ്റിംഗ് പേർപ്പസ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെസിമ. എനിക്കറിയില്ല, ഞാൻ കേട്ടതെന്ന് പറഞ്ഞതാണ്. ഓക്കെ, സൂപ്പർ, അടിപൊളി. സെമീറ മാം ബിക്കോസ് സാർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാല് സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നട്ഷെല്ലിൽ കുറെ ആക്കി പറഞ്ഞു. പക്ഷെ നമ്മൾ ശരിക്കും പറയാൻ ഒരു ഡീപ്പായിട്ട് നമ്മുടെ സമയത്തിനൊരു പരിധി ഉണ്ടല്ലോ. നമ്മൾ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഓരോ പോയിന്റും എടുത്താൽ ഒത്തിരി പോയിന്റ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിന്റെ അടുത്ത പാർട്ട് വേണമെന്ന് പറഞ്ഞത്. ഓരോന്നിനെയും നമുക്ക് എന്താ പറയാ കീറി മുറിച്ച് അനലൈസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോവാം. ഓക്കെ സർ, താങ്ക് യു. തീർച്ചയായും താങ്ക് യു മാം. ഒരു 3 മിനിറ്റ് കൂടെ ഉണ്ട്. താങ്ക് യു അനസ് സർ, താങ്ക് യു ബസി മാം. ബസി മാമിന്റെ ഒരിക്കൽ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. വണ്ടർഫുൾ ആണ് റീക്യാപ്പ്. എന്താ പറയാ, നമ്മളെ ഗോൾ ലിസ്റ്റ് വിഷ് ലിസ്റ്റിലൊക്കെ ഒന്ന് എഴുതി വെക്കാം ഇങ്ങനെ ഒരു റീക്യാപ്പ് പറയാൻ പറ്റണേന്ന്. കാരണം അത്രയും ഡീപ്ലി ഇതുകൊണ്ട് മാത്രമല്ല, മുന്നേ ആ ഒരു പർപ്പസിലേക്കുള്ള ജേർണിയിലായിരിക്കും.
എനിവേ നല്ല തന്നെ നല്ല നല്ല സെഷൻ ആയിരുന്നു. എപ്പോഴും നമ്മളെ പർപ്പസ് അല്ലെങ്കിൽ നമ്മളുടെ സക്സസ്, നമ്മളുടെ ഹാപ്പിനെസ്, ഇതൊക്കെ നമ്മൾ തന്നെയാണല്ലോ നമ്മളെ ഡിഫൈൻ ചെയ്യുക അല്ലെ. നമ്മളെ ഹാപ്പിനെസ് എന്താന്ന് നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുക. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സാർ പറഞ്ഞു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ മാം പറഞ്ഞു. മെയിൻ ആയിട്ട് തന്നെ എല്ലാവർക്കും എല്ലാത്തിനും അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്. നമുക്കും അതെ, ഈ ഭൂമി വിട്ടു പോകുമ്പോൾ നമ്മളും ഇവിടെ എന്തെങ്കിലും നമ്മളുടെ ഒരു കയ്യൊപ്പ് ചാർത്തി പോവാ, നമ്മളെ ഓർത്തിരിക്കാന് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് പോവാൻ തന്നെയാണ് ഉള്ള ഒരു ഇത്. താങ്ക് യു. ഇവിടെ ആരോ വന്നിട്ടുണ്ടേ. താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു സമീറ മാം. അനസാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ആൻഡ് ഫിലോസോഫിക്കൽ ആണ്. വളരെ സോഫ്റ്റ് ആയിട്ട് സാർ കാര്യങ്ങൾ വളരെ നന്നായിട്ട് അവതരിപ്പിക്കും, പ്രസന്റ് ചെയ്യും. ഞാൻ ഇതിനകത്തുനിന്ന് പെറുക്കി കാരണം എനിക്ക് ഞാൻ ടൈമിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇത്ര ടൈമിനുള്ളിൽ ഇത് തീർക്കണമല്ലോ. നമുക്ക് കാരണം ടൈം ഒരുപാടുണ്ടായി ഇതിങ്ങനെ പതുക്കെ പറഞ്ഞ് നല്ല ഡിസ്കസ് ചെയ്ത് പോകാം. പക്ഷെ എങ്കിലും ഒരു നട്ട്ഷെല്ലിൽ ചെയ്യുന്നതാണ്. പക്ഷെ സാറ് വളരെ നല്ല ലെജിബിൾ ആയിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഫുൾ ഓഫ് സീഡ്സ് ഇൻ എ ഷെൽ. ആ ഒരു രീതിയിലാണ് സാർ ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ സാർ, എപ്പോഴും ഞാൻ ഫീഡ്ബാക്കിന്റെ കാര്യം പെർമനന്റ് ആണ് സാറിന്റെ ഫീഡ്ബാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇറ്റ്സ് വെരി അമേസിങ്. സാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വെരി ഓണസ്റ്റ് ആയിട്ട് ഇന്നസെന്റ് ആയിട്ട് ആസ്ക് ചെയ്യുവാണ്. ബിക്കോസ് എനിക്ക് ഈ ടോപ്പിക്കൊക്കെ ഭയങ്കര ഡീപ്പ്, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു, അപ്പം നീ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്ന് തോന്നരുത്. ഞാൻ ചോദിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഈ ക്രിയേറ്റിവിറ്റി നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഞാൻ ഇന്നലെ ഈ കാര്യം എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചു. ആ ടോപ്പിക്ക് തന്നെ ഇന്ന് വന്നു. എനിക്കിപ്പം 42 വയസ്സായി. ഞാൻ ഇതുവരെ ഒന്നും എല്ലാ മനുഷ്യരിലും ഒന്നിലധികം കഴിവുകൾ ദൈവം നിറച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഈ ക്രിയേറ്റിവിറ്റിയിലേക്ക് അടുക്കുന്നത്? അതെങ്ങനെ കണ്ടുപിടിക്കും? ആ ക്രിയേറ്റിവിറ്റി, ഐഡന്റിറ്റി, പിന്നെ പർപ്പസ് ഓഫ് ലൈഫ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആ ക്രിയേറ്റിവിറ്റി പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ജിഷ മാം, താങ്ക് യു. നമുക്ക് ഇനിയിപ്പോ ഈ സെഷൻ അവസാനിക്കാൻ 40 സെക്കൻഡ് മാത്രമാണ്. നമുക്ക് നെക്സ്റ്റ് സെഷൻ ആ ഒരു ടോപ്പിക്കിൽ തന്നെ, ഹൗ ടു ഫൈൻഡ് അവർ ക്രിയേറ്റിവിറ്റി. ഓക്കെ, അതിൽ നമുക്ക് എടുക്കാം. കാരണം ഇനിയിപ്പോ പറഞ്ഞാൽ നമുക്ക് എവിടെ എത്തില്ല, കുറഞ്ഞ സമയമുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ഒരു അലൈൻഡ് ആയിട്ട്, നാച്ചുറൽ ആയിട്ട് വരും. അല്ലാതെ നമ്മളിത് ഇങ്ങനെ ഒരു ലെൻസ് വെച്ചിട്ട് നോക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. നമ്മൾ ആ ഒരു അതിൽ വർക്കൗട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയാ, നമ്മൾ